കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതുപോലെ 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തങ്ങൾ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും. ഇന്നലെ രാവിലെ ഡി.കെ. ശിവകുമാറിന്റെ വസതിയിലെത്തി സിദ്ധരാമയ്യ ഒന്നിച്ചിരുന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നിരുന്നു. വിഷയം ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഉടൻ ഡൽഹിയിൽ യോഗം ചേരും. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇരു നേതാക്കളും തമ്മിൽ മുഖ്യമന്ത്രി പദവിയുടെ കൈമാറ്റത്തെ ചൊല്ലി ഇടഞ്ഞു നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. 2023 കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ സിദ്ധരാമയ്യയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നത്. 2.5 വർഷത്തിന് ശേഷം ഡി.കെ. ശിവകുമാറിന് മുഖ്യമന്ത്രി പദം കൈമാറാമെന്നായിരുന്നു ഇരു വിഭാഗങ്ങളും തമ്മിൽ നേരത്തെ എത്തിയ ഒരു ഉടമ്പടി. ഇതിൽ ഉടൻ തീരുമാനമായില്ലെങ്കിൽ കർണാടക കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിയുമെന്ന് ഡി.കെ. ശിവകുമാർ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ഇരുവരെയും അനുനയിപ്പിച്ചത്. അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമിടയിൽ ഉടലെടുത്ത ആശയക്കുഴപ്പം ഹൈക്കമാൻഡ് ഇടപെട്ട് പരിഹരിച്ചെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. അതേസമയം AICC മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് ഫോർമുല എന്താണെന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തതയൊന്നും പുറത്തു വന്നിട്ടില്ല. ആശയക്കുഴപ്പം പരിഹരിച്ചെന്ന് മാത്രമാണ് ഉപമുഖ്യമന്ത്രി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഞങ്ങൾ അതേക്കുറിച്ച് ചർച്ച ചെയ്തുവെന്നും കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത്, 2028 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയിൽ വിജയിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നും ഡി.കെ. ശിവകുമാർ പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് പ്രവർത്തിച്ചെന്നും അതുപോലെ തന്നെ 2028 തെരഞ്ഞെടുപ്പിലും ഒറ്റക്കെട്ടായി പോരാടാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഞങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ലെന്നും ഇന്ന് വരെ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ലെന്നും മുന്നോട്ട് പോകുമ്പോഴും ഒരു വ്യത്യാസവും ഉണ്ടാകില്ലെന്നുമാണ് ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. 2004 പ്രധാനമന്ത്രിയാകാനുള്ള അവസരം മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഉപേക്ഷിച്ചത് ചൂണ്ടിക്കാണിച്ചായിരുന്നു നേരത്തെ ശിവകുമാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കടന്നാക്രമിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം ഒരാൾ അയാളുടെ വാക്കു പാലിക്കുക എന്നതായിരുന്നു എന്നാണ് ഡി.കെയുടെ പരാമർശം. അത് ഏറ്റുപിടിച്ച സിദ്ധരാമയ്യയുടെ പ്രതികരണവും ഏറെ ചർച്ചയായിരുന്നു. ബാക്കി നമുക്ക് കണ്ടു തന്നെ അറിയാം.